ഹലോ ഗൈസ്, സോ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ പ്രഡിക്ഷൻ വീഡിയോ. നാളത്തെ എക്സാം പേപ്പർ തുറക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ കാണാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ് മിസ് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നല്ലോണം അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്നോ. നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് വരുന്നത്? നമ്മളുടെ പാരലൽ ലൈൻസ്, സമാന്തര വരകളാണ് അല്ലെ. ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഫിഗർ നിങ്ങൾ 100% ഷുവർ ആണ് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഇവർ തരും, ഇതിൽ ഒരു ആംഗിൾ തരും, ബാക്കിയുള്ള ആംഗിൾ നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറയും. സിമ്പിൾ ആണല്ലേ കാര്യം. അതായത് ചെറിയ ആംഗിൾസ് എല്ലാം തുല്യമാണ്, വലിയ ആംഗിൾസും തുല്യമായിരിക്കും. അതുപോലെ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇവനാണത്. ഇനി അടുത്തൊരാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് അതർ ദാൻ ദ റൈറ്റ് ട്രയാങ്കിൾ? റൈറ്റ് ട്രയാങ്കിളിലെ ഒരു ആംഗിൾ തന്നിട്ട് ബാക്കിയുള്ള ആംഗിൾ, ബാക്കി റൈറ്റ് അല്ലാത്ത ഒരു ആംഗിൾ എത്രയാണ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും. ഇനിയിപ്പോ ചിലപ്പോൾ എന്തായിരിക്കും, ഇത് ഐസോസ്ലസ് ട്രയാങ്കിളിൽ നിന്നായിരിക്കും. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് നിങ്ങൾക്ക് തരും. അതായത് ഇവന്മാർ രണ്ടാളും ചിലപ്പോൾ 30 ഡിഗ്രി ആണ് എന്ന് പറയും. എന്നിട്ട് ഇതിന്റെ മൂന്നാമത്തെ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിരിക്കും. ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ. പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ് തന്നു. അതുപോലെ 2 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ, അങ്ങനെ രണ്ട് സൈഡ്സും തന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി ആംഗിൾസും ഫൈൻഡ് ചെയ്യാൻ പറയും. അതുപോലെ ഈ ഒരു പാരലലോഗ്രാം എങ്ങനെയാ വരയ്ക്കാന്നുള്ളത് നിങ്ങൾ ചോദിക്കും. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ അല്ലെ. അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത് 50 ആണ്, ഇവനും 50 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? ഇത് 50 ആണെങ്കിൽ ഇത് 180 മൈനസ് 50 ആണ്, അതായത് 130 ആയിരിക്കും. ഇതും 130 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ് വരുന്നത്? യെസ്, ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. നിങ്ങൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളോട് 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ്. അതായത് നോക്ക്, 10ന്റെ 10 മടങ്ങ്, 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് 10 ടൈംസ് 3/2 ചോദിക്കും. അല്ലെങ്കിൽ എന്താ ചോദിക്കുക? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഒരു 5 ടൈംസ് 3/5 എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചോദിക്കും? 5 പാർട്ട് ഓഫ് 3/5. പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ടൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ അങ്ങോട്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത നോക്കിയടാ, അടുത്ത നമുക്ക് തരാന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ അല്ല റെക്ടാങ്കിൾ തരും. റെക്ടാങ്കിളിന്റെ രണ്ട് സൈഡ്സ്, ഇത് 3/2 5/2 ആണെന്ന് തരും. അങ്ങനെ രണ്ട് സൈഡ്സ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് അതിന്റെ ഏരിയ എത്രയാന്ന് ഫൈൻഡ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. ഇത് ഉറപ്പായിട്ടുള്ള ചോദ്യമാണെടാ, ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ ഫൈൻഡ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. ഏരിയ എന്താണ്? ഇതേ ഇൻറ്റു ഇതാണ് അല്ലെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. അതായത് ഫൈൻഡ് ദ പ്രൊഡക്റ്റ്. എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്? ഡ്രോ റെക്ടാങ്കിൾസ് ആൻഡ് ഫൈൻഡ് പ്രൊഡക്റ്റ്. അതായത് ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കാൻ നിങ്ങളോട് പറഞ്ഞിരിക്കും. 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. ഇനി അടുത്ത നോക്കിയേ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉറപ്പായിട്ടും 100%ഉം നമുക്ക് എന്തിൽ നിന്നും പറയാൻ പറ്റുന്നത്? നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാൻ പറ്റുന്നത്. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഏതാണുള്ളത്? ട്രയാങ്കിൾസ് ആണ് അല്ലെ. തേർഡ് ചാപ്റ്റർ ആണുള്ളത്. ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ നിന്നും നോക്കിയേ നമുക്ക് വരാൻ പോകുന്ന ഇത്രയാണ്. ഡ്രോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് എ സൈഡ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. ഇതിൽ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ് വരയ്ക്കാനുള്ളത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ നമുക്ക് ഒരു സൈഡും ആ സൈഡിന്റെ രണ്ടറ്റത്തുള്ള കോണ് തന്നിട്ട് വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണും തന്നിട്ട് വരയ്ക്കാൻ പറയും. ഇങ്ങനത്തെ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് ഏതാടാ? നിങ്ങൾക്ക് ഇതിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് മക്കളെ, ഇതിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതാണ്? നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. നമുക്ക് എന്ത് തരും? 3 സൈഡ്സ്, ട്രയാങ്കിളിന്റെ 3 സൈഡ്സുകൾ തന്നിട്ട് ഈ സൈഡ് കൊണ്ട് ട്രയാങ്കിൾ നിർമ്മിക്കാൻ പറ്റുമോ നിങ്ങളോട് ചോദിക്കും. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് നിങ്ങളോട് പറയും. ഇത് 2 സെന്റിമീറ്റർ ആണ്, അതുപോലെ 4 സെന്റിമീറ്റർ ആണ്. ഈ മൂന്നാമത്തെ സൈഡ് ഏതൊക്കെ ആവാം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കും. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഏതാടാ ചാപ്റ്റർ? റെസിപ്രോക്കൽസ്, വിപരീത ഭിന്നങ്ങളാണ് അല്ലെ. ഈ വിപരീത ഭിന്നങ്ങൾ, റെസിപ്രോക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു റെസിപ്രോക്കൽ എഴുതാൻ പറയും. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിനെ ന്യൂമറിലേക്കും. 3/4 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/3. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് നമ്മളോട് എന്തായാലും
എന്തായാലും ചോദിച്ചിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, മടങ്ങിലും ഭാഗത്തിലും എഴുതാൻ. അതായത് 9 കിലോഗ്രാം ഷുഗറും ഉണ്ട്, 6 കിലോഗ്രാം ഷുഗറും ഉണ്ട്. ഇതിന്റെ എത്ര മടങ്ങാണ് 6, അല്ലെങ്കിൽ 6ന്റെ എത്ര മടങ്ങാണ് 9, 9ന്റെ എത്ര ഭാഗമാണ് 6? ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ 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 ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് എ നമ്പർ ഇസ് 12. അതായത് ഇവർ ചിലപ്പോൾ 3/4 ഓഫ് എ ബോട്ടിൽ ഈസ് ഇത് 2 ലിറ്റർ, അല്ലെങ്കിൽ 2/5 ഓഫ് എ വെസൽ ഈസ് ഇത്ര ലിറ്റർ, അങ്ങനെ പറഞ്ഞിട്ട് വരും. എന്നിട്ട് വെസലിന്റെ കപ്പാസിറ്റി എത്ര, ബോട്ടിലിന്റെ കപ്പാസിറ്റി എത്ര, അല്ലെങ്കിൽ നമ്പർ എത്ര, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നുമില്ല 12 ഡിവൈഡഡ് ബൈ 3/4 ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ നോക്ക്, നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാവും. ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ നിങ്ങളോട് പറയും. ഏരിയ ഈസ് ഈക്വൽ ചിലപ്പോൾ 3/1/3 ആയിരിക്കും. ആൻഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1/2 ആണെന്ന് എങ്ങനെ തരും. എന്നിട്ട് നമ്മളുടെ ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു പണിയുമില്ല അല്ലെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3/1/3 ഹരിക്കണം 1/2 ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 100% ഷുവർ ആയിട്ടും നമ്മളുടെ മാത്സിൽ നിന്നും ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ മക്കൾ മറക്കണ്ട, എന്തായാലും ഈ ഒക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ചില കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയാത്തവരുണ്ടാവും, ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആരെങ്കിലും ഇനിയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മളുടെ ഓൺ എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓടിപ്പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അത് മറക്കരുത് കേട്ടോ. അതിൽ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? ഇനി നമുക്ക് ഇത് നോക്ക്, ഇതുവരെ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് ഓൺ എക്സാം മിസ്സേ പോയി, ക്രിസ്മസ് എക്സാം എങ്കിലും ഉറപ്പായിട്ടും ഉഷാറാക്കണം, സെറ്റ് ആക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഓഫറാണ്. ഇതാ നോക്ക്, 2999 ബാച്ച് 1799 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്കും കാണാം, അതുപോലെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ചിന്റെ ലിങ്കും കാണാം. അതിൽ രജിസ്റ്റർ ചെയ്യുക. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പം പൈസ അടയ്ക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത മക്കൾക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പം പൈസ അടയ്ക്കുക, ഒന്നും ചെയ്യേണ്ട, പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾ ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് എന്താ, പഴയുള്ള 2999 ബാച്ച് കിട്ടാൻ പോകുന്നത്. അപ്പൊ എത്ര ഇനി ഒന്നും അറിയാത്ത ആൾക്കാരാണ്, ഇനി ചേരണം എന്ന് ഒന്നുകൂടെ ആലോചിക്കേണ്ട ആൾക്കാരാണ്, എന്താണെങ്കിലും നിങ്ങൾ ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാം കേട്ടോ. അത് മറക്കരുത്. ഓക്കെ സെറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് മിസ്സിന് പറയാനുള്ളത്. ഉഷാറാക്കുക, അടിപൊളിയാക്കുക, ഓൺ എക്സാം തകർക്കുക.